ഇനി മലക്കുകളോട് നിങ്ങൾ ചോദിക്കുന്നു അല്പം വെള്ളത്തിന് വേണ്ടി. ആ സമയത്ത് മലക്കുകൾ പറയുന്നു വസൂഖൂ മാഅൻ ഹമീമാ, ഹമീമെന്ന് പറയുന്ന ഒരു വെള്ളമുണ്ട് നരകത്തിൽ കിടക്കുന്നവർക്ക്. ആ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാൻ പറയുകയാ, കൊണ്ടുവരികയാ മലക്കുകള്. അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കടേ അല്ലാ. കള്ളുകുടിക്കുന്ന ചെറുപ്പക്കാരാ, ഹറാമ് വെട്ടിവിഴുങ്ങുന്ന ഉമ്മ, പലിശയ്ക്ക് കൊടുത്തിട്ട് കുടുംബം പോറ്റി ഞെളിഞ്ഞു നടക്കുന്നവനേ, നരകത്തിൽ കിടന്നുകൊണ്ട് വെള്ളം ചോദിക്കുമ്പോ അല്ലാഹു പറയുന്ന വസൂഖൂ മാഅൻ ഹമീമാ, അതേ ഹമീം എന്ന് പറയുന്ന നരകത്തിന്റെ വെള്ളം കൊണ്ട് കൊടുക്കുക. ഫഖത്തഅ അംആഹു, അവിടെ തൊണ്ടയുൾപ്പെടെ ആമാശയം ഉൾപ്പെടെ കരിഞ്ഞു പോവുകയാണ്. ആ വെള്ളമങ്ങ് കുടിക്കുമ്പോ, ചൂടെടുത്തിരിക്കുമ്പോ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കിട്ടിയാൽ എത്ര സുഖമാണ്. ഒരു തുള്ളി വെള്ളം ചോദിക്കുമ്പോ, ഒരു തുള്ളി വെള്ളം നീ അറിയാതെ ചോദിച്ചു പോകുമ്പോ അല്ലാഹു പറയുന്നു ഹമീം എന്ന വെള്ളം കൊടുക്കുക. ആമാശയം പോലും തൊള്ള പോലും വെന്ത് കരിഞ്ഞു പോവുകയാണ്. അത് കിടന്നിട്ട് ഭക്ഷണം തേണ്ടേ, ഭക്ഷണം തേണ്ടേ. ഇന്ന ശജറത സഖൂം എന്ന് പറയുന്ന ഒരു പടുവൃക്ഷമുണ്ട് നരകത്തില്. അതിന്റെ കായ്കനികളാണ് നരകത്തിലുള്ളവർക്ക് തിന്നാൻ കൊടുക്കുന്നത്. അനാഥ മക്കളെ പറ്റിച്ചുകൊണ്ട് പണമുണ്ടാക്കി വയറ് വീർപ്പിച്ചവര്, അയൽവാസികളെ പറ്റിച്ചുകൊണ്ട് വസ്തു വെട്ടിപ്പിടിച്ചവര്, മറ്റുള്ളവരെ കച്ചവടത്തിൽ പാരപണഞ്ഞിട്ട് പണമുണ്ടാക്കിയവര്, ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ജീവിച്ചവര്, നരകത്തിൽ നിങ്ങൾക്ക് തിന്നാനുള്ള ഭക്ഷണം ഏതെന്നറിയോ? കരയണം ഉമ്മ, കരയണം ഉമ്മ. ഓരോ ദിവസവും നിന്റെ മുമ്പിലേക്ക് കഴിക്കാൻ കൊണ്ടുവെക്കുന്ന ഭക്ഷണത്തിന്റെ മുമ്പ് ഇരുന്നിട്ട് സങ്കടപ്പെടുക. അല്ലാഹുവേ, നരകത്തിന്റെ ഭക്ഷണം ഞങ്ങൾക്ക് തരല്ല അല്ലാ. സ്വർഗത്തിൽ എത്രയോ വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളുണ്ട്, അതിൽ നിന്നൊരൽപ്പം ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ എന്ന് ദ്വാരക്കണേ. പ്രിയപ്പെട്ടവരെ, ആ സഖൂം എന്ന് പറയുന്ന വൃക്ഷമുണ്ടല്ലോ, അതിൽ നിന്ന് ഒരൽപ്പമില്ലേ, ഒരൽപ്പമില്ലേ. അത് ദുനിയാവിൽ വീണ പിന്നെ ദുനിയാവ് തന്നെ ഇല്ല. നരകാവകാശികളെ കഴിക്കുന്നോ ആ വൃക്ഷത്തിന്റെ ഫലത്തിൽ നിന്ന് ഒരൽപ്പമെങ്ങ് ദുനിയാവിൽ വീണാൽ ദുനിയാവ് മുഴുവനും കരിഞ്ഞു പോകുമത്രേ. ആ ഭക്ഷണം തേടോ നിസ്കരിക്കണ്ട, ആ ഭക്ഷണം തേടോ കള്ളുകൊടിച്ചോ, ആ ഭക്ഷണം തേടോ വ്യഭിചരിച്ചോ, ആ ഭക്ഷണം തേടോ പലിശ വാങ്ങിച്ചോ, ഉസ്താദുമാരെ കുറ്റപ്പെടുത്തിക്കോ, വാതിന്റെ കാസറ്റുകൾ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കോ, തലമറക്കണ്ട പെണ്ണെ തോന്നിയതുപോലെ നടന്നോ. നിനക്ക് തരാൻ അള്ള വെച്ചിട്ടുണ്ട് മോളെ ആ ഭക്ഷണമാണ്. അത് കയ്യിൽ വെച്ച് കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ, അത് തൊള്ളയിലൂടെ വെച്ച് കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ അല്ലാന്റെ മാലാഖമാര് നിന്നെ കളിയാക്കിയിട്ട് പറയുന്നതെന്തെന്നറിയോ? ദൂഖൂ മാ കുന്തും തഅമലൂ, നീ ദുനിയാവിൽ ചെയ്തതിന് അനുഭവിച്ചു കൊള്ളുക. പറഞ്ഞില്ലേ കാമുകന്മാർക്ക് ഫോൺ വിളിക്കല്ലേ എന്ന് പറഞ്ഞില്ലേ? ദുനിയാവിന്റെ രസമാണ് വലുതെന്ന് പറഞ്ഞ് നീ കേട്ടില്ല. കള്ളുകുടിക്കല്ലേ എന്ന് പറഞ്ഞപ്പോ ദുനിയാവിന്റെ സുഖമാണ് വലുതെന്ന് പിശാച് നിന്റെ കൂട്ടുകാരായി ചെവിയിൽ വന്ന് പറഞ്ഞു തന്നപ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നീ കേട്ടില്ലല്ലോ. നീ അനുഭവിച്ചു കൊള്ളുക, നീ ആസ്വദിച്ചു കൊള്ളുക. മാ കുന്തും തഅമലൂ, നീ ചെയ്തതിന് പകരമായി പറഞ്ഞപ്പോ നിനക്ക് നാണക്കേടായിരുന്നല്ലോ, പറഞ്ഞപ്പോ നിനക്ക് ലജ്ജയായിരുന്നല്ലോ. എത്രയോ എത്രയോ പള്ളി കമ്മിറ്റിക്കാർക്ക് എന്നോട് എതിർപ്പാണ്, വെറുപ്പാണ്. എന്തുകൊണ്ടെന്നറിയോ? മഖാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ ഗാനവേള വെച്ച് പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് ആടിപ്പിക്കല്ലേ. മക്ബറയിൽ കിടക്കുന്ന മഹാന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ സിനിമാ നടികളെ കൊണ്ടുവന്ന് ഡാൻസ് നടത്തല്ലേ എന്ന് നൗഷാദ് വാഖവി പറഞ്ഞപ്പോ എത്രയോ പേർക്ക് എന്നോട് എതിർപ്പാ. ആ എതിർപ്പ് എനിക്ക് കിട്ടുന്ന അംഗീകാരമാ.
പറയുമ്പോ ആ എതിർപ്പെന്റെ കഴുത്തിലേക്ക് കിട്ടുന്ന സ്വീകരണത്തിന്റെ പൂമാലയാ. എന്റെ പ്രിയപ്പെട്ടവരെ, കേട്ടുകൊള്ളുക. നിനക്ക് ദുനിയാവാണ് വലുത്, നിനക്ക് അധികാരമാണ് വലുത്, നിനക്ക് പണമാണ് വലുത്, നിനക്ക് സുഖമാണ് വലുത്. കള്ളും പെണ്ണും പണവും കഞ്ചാവും സുഖവും ആനന്ദവും ആഡംബരവുമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിന്നോട് നിന്റെ കാതിലേക്ക് ഈ നസീഹത്തുകൾ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലട്ടെ. എന്നിട്ടാരും കാണണ്ടടാ, ഒറ്റയ്ക്ക് പോയി പള്ളിക്കകത്ത് പോയി പൊട്ടിക്കരഞ്ഞോ, ആ മക്കാമിൽ പോയൊന്ന് സിയാറത്ത് നടത്തിക്കോ, ആ മഹാനുഭാവനോട് പൊരുത്തം ചോദിച്ചോ. സുബ്ഹാനല്ലോ, ഇത് തമാശയല്ല മോരെ. ഈ ദുനിയാവങ്ങനെ പലരെയും കളിപ്പിക്കുന്നതാ, ചിരിപ്പിക്കുന്നതാ. എന്നിട്ട് അവസാനമില്ലേ, ആ ദുനിയാവ് ചതിക്കുടിയിലേക്ക് നിന്നെ തള്ളിയിട്ട് മാറിപ്പോകുമ്പോ അതാ മലക്കുകൾ പറയുകയാ, ആസ്വദിച്ചുകൊള്ളുക. തലയിലൂടെ തീങ്ങനെ ആളി പടർന്നുകൊണ്ടിരിക്കുമ്പോ കോടത്തൂരിലെ പെണ്ണിനെ നോക്കിയിട്ട് മലക്ക് പറയുകയാ, കേട്ടില്ലല്ലോ, നൗസാദ് ബാക്കവി ക്ഷീണം മറന്നുകൊണ്ട്, അടഞ്ഞുപോയ തൊണ്ട വെച്ചുകൊണ്ട്, ചുമ മറന്നുകൊണ്ട്, പനി മറന്നുകൊണ്ട് പെണ്ണ് നിന്റെ കാതിലേക്ക് നരകത്തിന്റെ ആയത്തോതിയപ്പോ കയ്യിലിരിക്കുന്ന മൊബൈൽ എടുത്ത് വെച്ച് ഏണിയും പാമ്പും കളിച്ചുകൊണ്ടിരുന്നില്ലേ? മാറി നിന്ന് കാമുകന്റെ മെസ്സേജ് വായിച്ചുകൊണ്ടിരുന്നില്ലേ? അത് കഴിഞ്ഞ് നടന്നപ്പോ പോലും കാമുകനെ ഫോൺ വിളിച്ചില്ലേ? ഓ പെണ്ണേ, കേട്ടുകൊള്ളുക, മലക്കുകളാ നിന്നോട് പറയുന്നത്. നീ ചെയ്തു പോയതിന് പകരമായിട്ട് അനുഭവിച്ചുകൊള്ളുക. മലക്കുകൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് കൈവെടിയുമ്പോ ഇവിടെ എന്താണോ ചെയ്തത് അതിന് പകരമാണ് ആഖിറത്തിൽ കിട്ടുന്നത്. ഇവിടെ എന്താണോ ചെയ്തത് അതിന് പകരം ആഖിറത്തിൽ ഉറപ്പാണ്. എന്ത് ചെയ്താലും നന്മ ചെയ്താലത് ഒരൽപ്പം നന്മ ചെയ്തു അതിന്റെ പ്രതിഫലം അവർക്ക് കിട്ടും. ഒരൽപ്പം തിന്മ ചെയ്തു അതിന്റെ അദാബ്, അതിന്റെ കുറ്റം, അത് നിനക്കുള്ളതാണ്. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സങ്കടത്തോടെ പറയുകയാണ്, നൊമ്പരത്തോടെ പുന്നാര നബി തങ്ങൾ പറയുകയാണ്, എന്നെ മിഅ്റാജിന്റെ രാത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ ഒരു വിഭാഗത്തെ, നരകത്തിന്റെ ഒരു വിഭാഗമായിട്ട് അള്ളാഹു എനിക്ക് കാണിച്ചു തന്ന ഒരു വിഭാഗത്തെ. ശ്രദ്ധയോടെ കേൾക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. സുഖവും രസവും ആനന്ദവുമാണ് ദുനിയാവ് എന്ന് ആണയിട്ട് ഞാൻ പറയുകയാണ്. ഇന്ന് മരണപ്പെട്ടാൽ കഴിഞ്ഞു. പിന്നെ ഈ ലോകം നമുക്ക് തുറന്നു തരികയാണ് അള്ളാഹു. അവിടെയാണ് നമ്മൾ ഇത്രയും നേരം